അടിപൊളിയാ. കഴിക്കുന്നതിന് മുമ്പാ പറയുന്നത്. എന്തൊക്കെയാണ് അപ്പൊ ഇന്ന് അച്ഛനുമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ഫണ്ണായിട്ടാണ് ഇന്ന് ചെന്ന മസാലയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അച്ഛൻ്റെ സ്പെഷ്യൽ റെസിപ്പി നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അവർ പൂരി ചപ്പാത്തി എല്ലാത്തിനും വേണ്ടി അവർ കഴിക്കുന്ന ഒരു നല്ല ഡിഷാണ് ചെന്ന മസാല. അപ്പോൾ ഇതിൻ്റെ കൂടെ പൂരിക്കും ഇത് കഴിക്കാം, ബ്രെഡിന് കഴിക്കാം. ഗ്രീൻ ചില്ലി ഇത് സർവ്വസുഗന്ധിയാണ്. എന്തൊക്കെയാണ്? വെളുത്തുള്ളിയും ഇവിടെ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ സവാള കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 6 വെളുത്തുള്ളി. ഇത് ഇഞ്ചിയാണല്ലേ? ഇത് ജിഞ്ചർ എന്ന് പറയാം, ഇംഗ്ലീഷിൽ പറയും. ഓക്കെ സാർ. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ. 2 ടൊമാറ്റോ ആണ്. ഓക്കെ, കുറച്ച് ജീരകം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സ് നല്ലതാണ്, ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ്. കുറച്ച് നല്ല സ്പൈസി ആവണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. അതിനുശേഷം അതൊന്ന് ചൂടായി വരും. ചെറിയ മുളകും ഇഞ്ചിയും മിക്സ് ചെയ്തിട്ടിടുക, നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. വെളുത്തുള്ളി ഒരു റെഡിഷ് കളറാകുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വെളുത്തുള്ളി ഒന്ന് റെഡിഷ് കളറാകും, നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് നമ്മളൊരു മീഡിയം സൈസ് സവാളയാണെങ്കിൽ 3 സവാള ചെറുതായിട്ട് അരിയുക. അത് ഇതിലേക്ക് നമ്മൾ നീളത്തിൽ വേണമെങ്കിൽ അരിയരുതോ? അല്ല, അത് ഏറ്റവും സ്മോൾ പീസ്. കാരണം ഇത് ചെന്ന മസാല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ചെറുതായിട്ട് അരിയുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. നന്നായിട്ട് വരട്ടിയിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഓക്കെ, ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി വെന്തോടണം. തക്കാളി നന്നായിട്ട് വെന്തോടണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മിക്സിങ്. അല്ല, ഇത് ഇളക്കുന്ന ആളുടെ ഇതും കൂടെ ഇല്ലല്ലേ? അപ്പോൾ ഇതിലേക്കുള്ള പൊടികളെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സാധാരണ ചന മസാലയ്ക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുക. എന്നിട്ട് ചേർത്തിട്ട് നമ്മളിത് ആദ്യം ഗ്രീൻ പീസ് ചന മസാല നമ്മളൊരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ചന മസാല നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നത്. ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ആ സമയത്ത് അടച്ച് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ചന മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇളക്കിയാൽ മതി, ഇട്ട് മൂടി വെച്ചിട്ട്. അങ്ങനെ അച്ഛൻ്റെ ചന മസാല ഇപ്പൊ അച്ഛമ്മ റിവ്യൂ പറയും. അടിപൊളിയാ. കഴിക്കുന്നതിന് മുമ്പാ പറയുന്നത്. ഇത്രയ്ക്ക് അപമാനിക്കണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയാ, ശരിക്കും അടിപൊളിയാ. അടിപൊളിയാ. അതെ.